ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അമൃതം പൊടി കൊണ്ടുള്ള ഒരു ലഡ്ഡുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ അതിനായിട്ട് ഒരു കപ്പ് അമൃതം പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല അളക്കാനായിട്ട്. നിങ്ങൾക്ക് ഏത് അളവ് പാത്രം വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഏതായാലും എല്ലാം അളക്കാനായിട്ട് ആ സെയിം പാത്രം തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി അമൃതം പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പരന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ പയ്യെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കാതെ ഇരിക്കരുത്. പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അടിയിലുള്ള പൊടികളൊക്കെ കരിഞ്ഞു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ഒരു 5-6 മിനിറ്റോളം നമ്മളിങ്ങനെ ഫ്ലെയിം കൂട്ടാണ്ട് ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുന്നതോട് കൂടി തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ കളറായി വന്നിട്ടുണ്ടാവും. കളറ് മാറി വരണം ചെറുതായിട്ടൊന്ന്, അല്ലാതെ ആ ഒരു കളറിലിരിക്കരുത്. ഇതിൻ്റെ നമുക്കൊന്ന് വെന്ത് കിട്ടണം. ഇത് ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഈ ഒരു പൊടി വെക്കുന്നത് വെച്ചാൽ നമ്മളൊരു 2-3 മിനിറ്റോളം ഇതിൻ്റെ ചൂടൊന്ന് കുറയണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നിങ്ങൾ ഇതപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുക. ഇതിലോട്ടായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യിലാണ് വറുക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് നല്ലതാണ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാട്ടോ. അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പിന് അങ്ങനെ കറക്റ്റ് ഇത്ര എണ്ണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 10 എണ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഇതിൽ എന്തായാലും ചേർക്കാൻ നോക്കുക. അതിങ്ങനെ ഇടയിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ നെയ്യ് ഇല്ലാതെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഒരു ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. അണ്ടിപ്പരിപ്പ് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 കപ്പ് നാളികേരം ചെറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 30-35 സെക്കൻഡോളം ഇതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ നെയ്യിൽ കിടന്നിട്ട് ഈ ഒരു നാളികേരം ഇങ്ങനെ വഴണ്ടി വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മാത്രമല്ല നാളികേരത്തിൽ വെള്ളം കുറച്ചൊന്ന് പൂവും ചെയ്യും. അപ്പോൾ അത് നമുക്ക് എന്തായാലും 1-2 ദിവസമൊക്കെ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നാശാവാണ്ടിരിക്കാനും ഒക്കെ നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 35 സെക്കൻഡ് ഒക്കെ കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൂട്ടില്ലേ, അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അമൃതം പൊടിയുടെ കൂട്ടിൽ, വറുത്ത് വെച്ചിട്ടുള്ള അമൃതം പൊടിയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മധുരത്തിനായിട്ട് നമ്മൾ ശർക്കരയായിട്ട് ഉപയോഗിക്കുന്നത്. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഈ അമൃതം പൊടിക്ക് ചെറുതായിട്ടൊരു മധുരം ഉണ്ട്. അതിൽ അവർ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ശർക്കരയുടെ ആവശ്യമില്ല. നമ്മളിവിടെ ഒരു 1/2 കപ്പ് ശർക്കരയാണ് ഇത്ര അളവിലേക്ക് എടുക്കണമല്ലോ. 1/2 കപ്പ് ശർക്കരയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. കൂടുതൽ സമയം ഇത് നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ശർക്കര ഒന്ന് ഉരുകി വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അല്ലാതെ കൂടുതൽ സമയം നമ്മളിത് തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് നൂൽപ്പരുവൊക്കെ ആയിട്ട് കട്ടയൊക്കെ ആയി മാറും. ചൂടാറുമ്പോൾ പിന്നെ കട്ടയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ശർക്കര ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. നമ്മളിവിടെ 1/2 കപ്പ് ശർക്കര അങ്ങനെ ചീകി എടുത്തിട്ടുള്ളതാണ്, നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴേ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ കട്ടകളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ള അമൃതം പൊടിയിലോട്ട് നമ്മളൊന്ന് അരിച്ചൊഴിക്കുകയാണ്. അരിച്ചിട്ട് ഒഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതിൽ കല്ലും പിന്നെ പൊടിയും കരടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാറാനായിട്ട് അരിച്ചിട്ട് അതിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ചൂടുള്ള ശർക്കരപ്പാനി നമ്മൾ നേരിട്ട് ഇതിലോട്ട് ഒഴിച്ചുകൊണ്ട് തന്നെ അത് കുറച്ച് ചൂടുണ്ട്. അതുകൊണ്ട് കൈ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ച് വെക്കുക. ഇപ്പോൾ അങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാതെ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പാകത്തിന്, കൈ വെച്ചിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കായപ്പൊടിയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ ഉണ്ടേരെ അല്ലെങ്കിൽ ലഡുവിൻ്റെ ഒക്കെ ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിലാണ് പിടിച്ചെടുക്കുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനും ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള 8 ലഡ്ഡുകളാണ് കേട്ടോ നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയത്. അപ്പോൾ ഇത്രയുള്ള വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. കുട്ടികളൊക്കെ ഇത് ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കാൻ നോക്കുക. നമ്മൾ ആ ലഡ്ഡു കഴിക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അമൃതം പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കല്ലോ വീട്ടിൽ തന്നെ. എളുപ്പമാണ്, മറ്റു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. അത് മാത്രമല്ല ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഉള്ളവരാണെങ്കിൽ ശ്രുതീസ് കുക്കറി ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് അയച്ചു തരാം. അപ്പോൾ നമുക്കത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും കൂടി ചെയ്യാം. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. അതായത് നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.